ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ലിസാസ് ഹോം ഗാർഡൻ്റെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസ് എന്ന് പറയുന്നത് റേറ്റും പ്ലാൻ സൈസും എല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലാൻസ് ആവശ്യമുള്ളവർ ആ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ വാട്സപ്പ് നമ്പറിലേക്ക് ഏത് പ്ലാൻസ് ആണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം. പിന്നെ ഇതിന് തൊട്ട് മുന്നേ, അതായത് ഒരു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിലുള്ള സെയിം പ്ലാൻസ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്റ്റോക്ക് ഔട്ടായി, ബാക്കിയുള്ള പ്ലാൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പീസൊക്കെ പ്ലാൻസ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഇട്ട വീഡിയോയിൽ അത് കണ്ടവർ വീണ്ടും കാണണ്ട, കാരണം വെച്ചാൽ സെയിം പ്ലാൻസ് തന്നെയാണ്. അപ്പോൾ അതിൽ സ്റ്റോക്ക് ഔട്ടായ പ്ലാൻസ് ഒഴിവാക്കിക്കൊണ്ടിട്ട വീഡിയോ ആണ് കേട്ടോ. പ്ലാൻസ് അയക്കുന്നത് DTDC കൊറിയർ വഴിയും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും KSRTC കൊറിയർ വേണ്ടവർക്ക് അങ്ങനെയും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലാൻസിനെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ചിലതിൻ്റെ റെഫറൻസ് പിക്ചർ, ചില പ്ലാൻസിൻ്റെ റെഫറൻസ് പിക്ചറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫിലോഡൻഡ്രോൺ വെറൈറ്റീസാണ് നമ്മൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഹവാത്യാസും പിന്നെ ക്യാക്ടസ്, അതുപോലെ തന്നെ ക്രിപ്റ്റാന്തസ് വെറൈറ്റീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിപ്റ്റാന്തസ് ഒക്കെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടായി. ഇനി കുറഞ്ഞ വെറൈറ്റീസും കൂടി ഉള്ളൂ ബാക്കി. അപ്പോൾ പിന്നെ എൻക്വയറി വരുന്നതുകൊണ്ട് നമ്മളതൊക്കെ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു അടുത്ത മാസത്തേക്ക് ഇനി പുതിയ പ്ലാൻസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വെറൈറ്റി വേണമെന്നുള്ളവർ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരണേ. ഇതെല്ലാം ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളൂ. ഇത് നോർമലി കാണുന്ന യെല്ലോ ബോർഡർ വരുന്ന സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ. ലീഫിലും കൂടെ വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. കറക്റ്റ് ഐഡിയ അറിയില്ല, സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ഓരോന്നിൻ്റെ ഐഡിയ അറിയില്ല, അതാണ് ഞാൻ എടുത്ത് പറയാത്തത്. ഇത് നമ്മുടെ ട്വിസ്റ്റഡ് ടൈപ്പാണ് സ്നേക്ക് പ്ലാന്റ് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന പ്ലാൻസ് മാറ്റി വെച്ച് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന പെൻഡിങ് ഉണ്ടായിരുന്ന ഓർഡർ എല്ലാം ഈ ആഴ്ച അയച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. കിട്ടിയ ശേഷം നിങ്ങളുടെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമുക്കെടുത്ത് അയച്ചു തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ റിവ്യൂസ്, പ്ലാൻസ് കിട്ടിയപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന അത്ര വലിയ സൈസ്, അതായത് ഒത്തിരി പേര് പറയാറുണ്ട് ഭയങ്കര സൈസ് ചിലപ്പോൾ വീഡിയോയിൽ തോന്നാം. ആ സൈസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും കുറച്ച് കുറഞ്ഞ സൈസായിരിക്കും പ്ലാൻസ് ഉണ്ടാവുക. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത്. പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുവേ. സ്പീഡ് പോസ്റ്റിലാണ് പൊതുവേ ചാർജ് കുറവ്. DTDC ആകുമ്പം കുറച്ച് ചാർജ് കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ വോളിമെട്രിക് പാക്കേജൊക്കെ ആയതുകൊണ്ട് പൊതുവേ കൊറിയർ ചാർജ് DTDCക്ക് കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, അതായത് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, DTDC ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഏത് വിധേനയും അയച്ചു തരുന്നതാണ്. വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, ഓൾറെഡി പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സമയം കളയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണേ. ഇനിയും സ്റ്റോക്കിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറ്റാപ്പബോൺസ് വെറൈറ്റി ആണ്. ഇതൊക്കെ ഓൾവേസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ വിറ്റ് പോയതാണ്. ഇത് ഒരു ബില്ലറ്റി ടൈപ്പ് പ്ലാന്റ് ആണ്. നല്ല ലോങ് ലീഫ് വരും. ബില്ലറ്റിക്കും ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പം നല്ല ഭംഗിയായിരിക്കും, ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പ്ലാന്റ്. ഇത് മെലോനിയാണ്. ലെമൺ യെല്ലോ കളറാണ് ലീഫിന് വരുന്നത്. ഇതറിയാമല്ലോ, നമ്മുടെ സിങ്കോണിയമാണ്. ഒത്തിരി പ്ലാന്റ്സിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ. ഫിലോഡൻഡ്രോൺസ് ഒക്കെ ഓൾമോസ്റ്റ് പഠിച്ചു. പിന്നെ ബാക്കി ഒത്തിരി ഐഡിയ അറിയാത്ത പ്ലാന്റ്സ് ഉണ്ട്. ഇത് ബ്രോമിലിയാഡ് വെറൈറ്റി ആണ്. 250 രൂപ കേട്ടോ. ഇനി വരുന്ന നമ്മുടെ ക്രിപ്റ്റാന്തസ് പ്ലാന്റ്സ് ആണ്. ബ്ലാക്ക് 180,
പിന്നെ ഗ്രീന്, റെഡ്, ബ്രൗണും ഒക്കെയാണുള്ളത്. പിങ്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി സ്റ്റോക്കില്ല, പറ്റുകയാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിവ്യൂസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കിട്ടി എന്നുള്ള മറുപടിയും കൂടെ തരുമ്പോൾ നമുക്ക് ഭയങ്കര മീൻസ് അറിയാൻ പറ്റുമല്ലോ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ കൊറിയർ സ്ലിപ്പൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു 1 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ അടുത്ത് പ്ലാൻസ് വാങ്ങുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ പ്ലാൻസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളൊരു വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തു തരുമായിരുന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോസൊക്കെ വിട്ട് തന്നാൽ വലിയ ഉപകാരം കേട്ടോ. ബ്ലാക്ക് CC ആണ്, ഫുൾ പോട്ട് 300 രൂപ. അപ്പോൾ 300 രൂപയ്ക്ക് വാങ്ങാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ ഹാഫ് ആക്കിയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ആ ഗ്രീൻ കളർ വരുന്ന ലീഫൊക്കെ ബ്ലാക്കിലേക്ക് മാറുവേ. ഫ്രഷ് ലീവ്സ് എപ്പോഴും ഗ്രീനിലായിരിക്കും വരിക. ക്യാക്ടസ് വെറൈറ്റീസാണ്. ഇതിന് ഒരു പീസൊക്കെ ഉള്ളൂ. ലാസ്റ്റ് പീസാണ് 250 രൂപ കേട്ടോ. ക്യാക്ടസ് വെറൈറ്റീസിനും ഫിലോഡൻഡ്രോൺസിനും അതുപോലെ ക്രിപ്റ്റാന്തസ് വെറൈറ്റീസിനൊന്നും വെള്ളം വളരെ കുറവ് മതി. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കടുത്ത വേനലിലും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും. പിന്നെ അധികം കെയറൊന്നും വേണ്ട. പിന്നെ ഒത്തിരി വർഷക്കാലം നമുക്ക് കൊണ്ട് നടക്കാം, മീൻസ് വെക്കാൻ പറ്റും. ക്രിപ്റ്റാന്തസ് ഒക്കെ ആണെങ്കിലും വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ തൈകളൊക്കെ ഒത്തിരി ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് ഫുൾ പോട്ടാക്കാനൊക്കെ പറ്റും വേഗം. ഇപ്പം DAP എന്ന് പറഞ്ഞ വളമാണ് ഞാൻ മെയിനായിട്ട് പ്രയോഗിക്കുന്നത് പ്ലാന്റ്സിന്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ക്രിപ്റ്റാന്തസിനൊക്കെ മെയിനായിട്ട് DAP ആണ് ചെയ്യുന്നത്. ഇതൊരു വെരിഗേറ്റഡ് ഹവാത്തിയ വെറൈറ്റി ആണ്. 500 രൂപയാണ് വില വരുന്നത്. ലാസ്റ്റ് പീസാണ്, ഒരു പീസേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദി പറയാണ് എല്ലാവരോടും. ഇനി മുന്നോട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾ പ്ലാൻസ് വേണം എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേസും കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ പ്ലേസും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊറിയർ ചാർജൊക്കെ പറയാൻ എളുപ്പമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ കൊറിയർ ചാർജ് കൂടുതലോ, അതുകൊണ്ടാണ്. ഈ ഒരു ഹവാത്തിയൊക്കെ ഒത്തിരി പ്ലാന്റ്സ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ഷൂട്ട് വെച്ചതാണ് ഇപ്പം 3-4 വളർന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാക്ടസ് 120 രൂപ. ഞാൻ റേറ്റും പ്ലാന്റ് സൈസും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് പിന്നെ ഓരോന്നിനെക്കുറിച്ചും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതിയേ. ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. അധികം കെയറൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നാൾ, മീൻസ് വെള്ളമൊക്കെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഒത്തിരി നാൾ വലിയ കെയർ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.